നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഡാൻസ് ഓഫ് ലഹരി പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ നാളെ ഹാജരാകണം. എറണാകുളം സെൻട്രൽ ACPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. നാളെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കുടുംബത്തിന് പോലീസ് നോട്ടീസ് നൽകി. ഉച്ചയ്ക്ക് 3 മണിക്ക് ഷൈൻ ഹാജരാകുമെന്ന് അറിയിച്ച പിതാവ് ഇപ്പോൾ നടക്കുന്ന പോലീസ് നടപടി ഓലപ്പാമ്പ് മാത്രമെന്ന് പരിഹസിച്ചു. പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ നിന്ന് നടൻ ഷൈൻ ടോം ചാക്കോ ഓടിക്കളഞ്ഞത് എന്തിനാണെന്നതിലാണ് അന്വേഷണം. ഷൈൻ ടോം ചാക്കോക്കെതിരെ കേസും പരാതിയുമില്ല. എങ്കിലും ലഹരി പരിശോധനയ്ക്കിടെ ഓടിക്കളഞ്ഞ നടന്റെ നീക്കത്തിൽ പോലീസ് ദുരൂഹത സംശയിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത്. നാളെ എന്തായാലും ഹാജരാകും. നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവർ കൈപ്പറ്റിയിട്ടുണ്ട്. ആരെ കൈപ്പറ്റിയത്? ആർക്ക് കൊടുത്തത്? ഫാദർ ഉണ്ടായിരുന്നു. അവര് ഹാജരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഷൈൻ ടോം ചാക്കോ ഹാജരാകുമെന്ന് കുടുംബത്തിന്റെ ഉറപ്പ്. അത് സ്റ്റേഷനിൽ അവർക്ക് എന്തോ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ 3 മണിക്ക് അവൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ വരും. അത് വേദാന്ത ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയതിനെ പറ്റിയിട്ടുള്ള ഒരു നോട്ടീസാണ് തന്നിരിക്കുന്നത്. ചോദിച്ചറിയാനാണ്. പോലീസ് കേസെടുക്കുകയോ ഒന്നും തന്നെ ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ നിന്ന് കണ്ടെടുക്കുകയോ ചെയ്യാത്ത പശ്ചാത്തലത്തിൽ ഹാജരായാലും പ്രശ്നങ്ങളില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നഗരത്തിലെ പ്രധാന ലഹരി വിൽപ്പനക്കാരനെ തേടിയാണ് പോലീസ് ഷൈൻ ടോം ചാക്കോയുടെ ഹോട്ടൽ മുറിയിൽ പരിശോധനയ്ക്കെത്തിയത്. നമ്മൾ വേറൊരു ട്രക്ക് ഡീലറെ അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ മുറി എടുത്തായിട്ട് മനസ്സിലായി. അപ്പോൾ ഇയാൾ അവിടെ ഉണ്ടാകുന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുറി ചെന്ന് മുട്ടിക്കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായാലും ഒരാൾ മുറി തുറന്നു. ഇയാൾ അവിടെ നിന്ന് ചാടിപ്പോയി. നിലവിൽ ഷൈൻ തമിഴ്നാട്ടിലാണുള്ളത്. നടന്റെ മുറിയിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഷൈനെതിരെ പോലീസ് കേസെടുക്കില്ല. എക്സൈസും ഷൈനെതിരെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഭിമുഖങ്ങളിൽ വന്നിരുന്ന അഴകുഴമ്പൻ സംസാരം നടത്തുന്ന ഷൈൻ ടോം ചാക്കോയുടെ സ്ഥിരം നമ്പറൊന്നും പോലീസിന് മുൻപിൽ വിലപ്പോകില്ല. എന്തിനാണ് ഓടിയതെന്നും ആരെ കാണാൻ വേണ്ടിയാണ് ഓടിയതെന്നും ലഹരി കയ്യിലുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് മുൻപിൽ ഷൈൻ വിശദീകരിക്കേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. സിനിമാ സെറ്റുകളിൽ ലഹരി പരിശോധനയ്ക്കൊരുങ്ങിയ എക്സൈസ്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ നടിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. അതേസമയം നടനെതിരെ ഫിലിം ചേംബർ ഉടൻ നടപടി സ്വീകരിക്കും. നിയമ നടപടിക്ക് താൽപര്യമില്ലെന്ന് പരാതി ഉന്നയിച്ച വിൻസി അലോഷ്യസിന്റെ കുടുംബം പ്രതികരിച്ചു. നടി വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തൽ അതീവ ഗൗരവത്തോടെയാണ് സിനിമാ സംഘടനകൾ നോക്കിക്കാണുന്നത്. നടനെതിരെ ഫിലിം ചേംബർ ഉടൻ നടപടി സ്വീകരിക്കും. താരസംഘടനയായ അമ്മയിൽ നിന്ന് നടനെ സസ്പെൻഡ് ചെയ്യാനും നീക്കം നടക്കുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം കൂടി കേട്ട ശേഷമാകും അമ്മ നടപടി സ്വീകരിക്കുക. സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റിക്ക് മുൻപിൽ ഷൈൻ തിങ്കളാഴ്ച ഹാജരാകുമെന്ന് പിതാവ് ചാക്കോ അറിയിച്ചു. നോട്ടീസിൽ പറഞ്ഞുള്ളത് വിൻസിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചോദിച്ചു പറയാൻ വേണ്ടി ഷൈനോട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച. അപ്പൊ ഷൈൻ ഹാജരാകും. വേറെ പ്രശ്നമൊന്നുമില്ല. ചേംബറിന്റെ നോട്ടീസല്ല, IC കമ്മിറ്റിയുടെ നോട്ടീസാണ് കിട്ടിയിരിക്കുന്നത്. അതിനെന്തായാലും ഹാജരാകും. ഷൈൻ ടോം ചാക്കോക്കെതിരായ നടിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയിൽ പരിശോധനകൾ ശക്തമാക്കാൻ എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി MP രാജേഷ്. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിവരങ്ങളിലും വന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് എക്സൈസിന്റെ പരിശോധനയും വിവരം തേടലും നടത്തും. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് ക്രെഡിബിൾ ആയിട്ട് വിവരം കിട്ടിയാൽ ആ വിവരം അയ്യോ സിനിമാ സെറ്റല്ലേ, സിനിമാ സെറ്റിന് പ്രത്യേകിച്ച് പവിത്രതയൊന്നുമില്ലല്ലോ. നിലവിലുള്ള സിനിമകൾ പൂർത്തിയാക്കാൻ ഷൈനെ അനുവദിക്കുമെങ്കിലും നടനുമായി പുതിയ കരാറിൽ ഏർപ്പെടരുതെന്ന് നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകാനാണ് സിനിമാ സംഘടനകളുടെ നീക്കം. 24 കൊച്ചി. കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടിക്കെതിരെ അപ്പീൽ നൽകാനൊരുങ്ങി പ്രോസിക്യൂഷൻ. ഹൈക്കോടതിയിലാണ് അപ്പീൽ നൽകുക. പ്രതികൾക്കെതിരെ സംശയാതീതമായി കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചെന്ന ഉത്തരവിൽ വിചാരണ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഉത്തരവിന്റെ പകർപ്പിൽ പ്രോസിക്യൂഷന് രൂക്ഷമായ വിമർശനമാണുള്ളത്. പ്രതികൾക്കെതിരെ സംശയാതീതമായി കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയതായി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനൊപ്പം പുതിയ സംഭവവികാസങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് കേസിൽ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ തീരുമാനിച്ചത്. കൊക്കൈൻ കേസിലെ അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും വിചാരണ കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ല. 1-ാം പ്രതി രേഷ്മയുടെ പോക്കറ്റിൽ നിന്ന് കൊക്കൈൻ കണ്ടെത്തിയിട്ടില്ലെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിചാരണഘട്ടത്തിൽ പറഞ്ഞു. രഹസ്യവിവരം ലഭിച്ചുവെന്ന പ്രോസിക്യൂഷന്റെ വാദം പോലീസ് പട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളിപ്പറഞ്ഞു. ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്ന ഫ്ളാറ്റ് തുറന്നതാരാണെന്നും ആദ്യം അകത്തേക്ക് കടന്നതാരാണെന്നും പോലീസ് ഉദ്യോഗസ്ഥന് ഓർമ്മയില്ലെന്നുമാണ്
വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് വിധിയിൽ വിചാരണ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. 24 കൊച്ചി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ DCC അധ്യക്ഷൻ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കോൺഗ്രസിനോട് മുൻ MLA PV അൻവർ. മണ്ഡലത്തിന്റെ ചുമതലയുള്ള AP അനിൽകുമാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് PV അൻവർ ആവശ്യമുന്നയിച്ചത്. LDF ആകട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ സസ്പെൻസ് തുടരുകയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ 2 പേരുകളാണ് ആദ്യം മുതലുള്ളത്. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത്, DCC അധ്യക്ഷൻ VS ജോയ്. ഒറ്റപ്പേരിലേക്ക് എത്താൻ ഇപ്പോഴും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ AP അനിൽകുമാറുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് UDF സ്ഥാനാർത്ഥിയായി VS ജോയ് വരണമെന്ന ആവശ്യം PV അൻവർ മുന്നോട്ടുവച്ചത്. VS ജോയ്ക്കാണ് വിജയസാധ്യത കൂടുതലെന്നും PV അൻവർ. അതൊക്കെ അവർക്ക് തീരുമാനിക്കാം. UDF ലീഡർഷിപ്പിന് അതിന് ഫുൾ ഫ്രീഡം ഉണ്ട്. ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ ആലോചിച്ച് തീരുമാനിച്ചോട്ടെ, കുഴപ്പമില്ല. അത് കൂടുതൽ ഗുണം ചെയ്യും. നിലമ്പൂരിൽ PV അൻവർ ഒരു പ്രധാന ഘടകമായിരിക്കെ അൻവറിന്റെ വാക്കുകൾ നേതൃത്വത്തിന് തള്ളിക്കളയാനാകില്ല. എല്ലാ വശങ്ങളും പരിശോധിച്ച് സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് AP അനിൽകുമാർ MLA. നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന് അവിടെ വിജയിക്കണം. അപ്പോൾ അതിനനുസരിച്ച് സ്ഥാനാർത്ഥികൾ ആരാണ് കൂടുതൽ നല്ലത്, ഒരേപോലുള്ള സ്ഥാനാർത്ഥികൾ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പരിശോധിച്ച് പാർട്ടി തീരുമാനം പറയും. സജീവമായ ചർച്ചകളാണ് അണിയറയിൽ നടക്കുന്നത്. LDF സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് നിലവിൽ കടന്നിട്ടില്ലെങ്കിലും മണ്ഡലത്തിൽ അനൌദ്യോഗിക പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. 24 മലപ്പുറം. മുനമ്പം ജനത നിയമപോരാട്ടം തുടരണമെന്ന കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണത്തിന് പിന്നാലെ ക്രൈസ്തവ സഭയിൽ ചുവടുമാറ്റം. പ്രശ്നപരിഹാരം സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന് കരുതുന്നില്ലെന്ന് കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ BJPയെ വിമർശിച്ച് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയും രംഗത്തെത്തി. ഇതിനിടെ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് കാസ സുപ്രീം കോടതിയെ സമീപിച്ചു. വഖഫ് ഭേദഗതി ബിൽ പാസാക്കാൻ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ പാർലമെന്റിൽ വോട്ട് ചെയ്യണമെന്ന് കത്തോലിക്ക മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തിരുന്നു. നിയമ ഭേദഗതി മുനമ്പം ജനതയെ സഹായിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു സഭകൾക്കും. എന്നാൽ ബിൽ പാസാക്കിയ ശേഷം കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണം സഭയ്ക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ പ്രതികരണം. ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെടാനല്ല ഓരോ ഗവൺമെന്റും ആഗ്രഹിക്കുക. കാരണം അത് പരിഹരിക്കുന്ന ഒരു ഗവൺമെന്റിന് ഒരു മൈലേജ് കൂടെയല്ലേ. അപ്പോൾ മനഃപൂർവ്വം ഇത് മാറ്റിവെച്ച് അത് തടസ്സപ്പെടുത്തുകയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് വന്നാലും കോർട്ട് ഇടപെട്ടത് കാരണം കോർട്ടിൻ്റെ വിധിയായിരിക്കും അന്തിമ വിധി. ജബൽപൂരിലും മണിപ്പൂരിലും ഉൾപ്പെടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ BJP വിമർശിച്ച് സിറോ മലബാർ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ഡൽഹിയിൽ കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ച നടപടിക്കും വിമർശനം. എത്രയോ മിഷണറിമാര് സുവിശേഷത്തെ പ്രതി ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ പീഡ അനുഭവിക്കുന്നത് നാം കാണുന്നുണ്ട്. ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ദുഃഖവെള്ളി സന്ദേശത്തിൽ മുനമ്പം പരാമർശിച്ചെങ്കിലും കടുത്ത നിലപാടിലേക്ക് കടന്നില്ല. എന്നാൽ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് കാസ സുപ്രീം കോടതിയെ സമീപിച്ചു. വഖഫ് ഭേദഗതി നിയമം മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമെന്ന് ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ. മുനമ്പം വിഷയത്തിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ നിലപാടിനെ CPIM സ്വാഗതം ചെയ്തു. 24 തിരുവനന്തപുരം. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെതിരായ പരാതി നിയമ മന്ത്രാലയം പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറി. മനുഷ്യാവകാശ പ്രവർത്തക ടി സ്റ്റാർ സദൽവാദിന് ജാമ്യം ലഭിക്കാൻ പദവി ദുരുപയോഗം ചെയ്തു എന്നാണ് പരാതി. പട്ന ഹൈക്കോടതി മുൻ ജഡ്ജി രാകേഷ് കുമാർ രാഷ്ട്രപതിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. രാഷ്ട്രപതിക്ക് കൈമാറിയ പരാതിയിലാണ് ഇപ്പോൾ പേഴ്സണൽ മന്ത്രാലയത്തിലെത്തിയിരിക്കുന്നത്. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് മുർഷിദാബാദിലെ സംഘർഷബാധിത മേഖല സന്ദർശിച്ചു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ BJPക്ക് അവസരം നൽകുകയാണ് ഗവർണറെന്ന് തൃണമൂൽ കോൺഗ്രസ്. ദേശീയ വനിതാ കമ്മീഷൻ സംഘം കലാപബാധിതരിൽ നിന്ന് മൊഴിയെടുത്തു. ന്യൂനപക്ഷ മുസ്ലിം ജനതയെ ഇന്ത്യ സംരക്ഷിക്കണമെന്ന ബംഗ്ലാദേശിന്റെ പരാമർശം ഇന്ത്യ തള്ളി. പശ്ചിമബംഗാളിലെ കലാപബാധിത മേഖലകളിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താനാണ് ഗവർണർ CV ആനന്ദ് ബോസിന്റെ സന്ദർശനം. കൊൽക്കത്തയിൽ നിന്നും ട്രെയിൻ വഴി മാൾഡയിലെത്തിയ ഗവർണർ കലാപത്തിന്റെ ഇരകളുമായി സംസാരിച്ചു. സാഹചര്യങ്ങൾ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുമെന്ന് ഗവർണർ. This kind of cult of violence can never be tolerated at all.
We should have a concerted effort at this. All stakeholders have to come together. After visiting the field and sharing the feelings of the people there, the sufferers, the victims, I will certainly have a plan of action to take it in a mission mode, that is to fight against violence at any cost. കോടതി വിലക്കിയിട്ടും തന്റെ പദവി ദുരുപയോഗം ചെയ്താണ് ഗവർണറുടെ സന്ദർശനമെന്നും വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ BJPക്ക് അവസരം നൽകുകയാണ് ഗവർണറെന്നും തൃണമൂൽ കോൺഗ്രസ് വിമർശിച്ചു. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് രഹത്തക്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും കലാപബാധിതരിൽ നിന്നും മൊഴിയെടുത്തു. കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കൽക്കട്ട ഹൈക്കോടതി 3-അംഗ സമിതി രൂപീകരിച്ചു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി എന്നിവയിലെ പ്രതിനിധികൾ ഉൾപ്പെട്ടതാണ് സമിതി. സ്ഥിതിഗതികൾ ശാന്തമാകും വരെ കേന്ദ്രസേനാ വിന്യാസം തുടരണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ന്യൂനപക്ഷ മുസ്ലിം ജനതയെ ഇന്ത്യ സംരക്ഷിക്കണമെന്ന ബംഗ്ലാദേശ് സർക്കാർ വക്താവ് ഷെഫീഖുൽ ആലം നടത്തിയ പരാമർശം ഇന്ത്യ തള്ളി. സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ബംഗ്ലാദേശ് ശ്രദ്ധിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു. 24 ഡൽഹി. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ കോൺക്രീറ്റ് തൂണി ഇളക്കി വീണ് 4 വയസ്സുകാരന് ദാരുണാന്ത്യം. അടൂർ കടമ്പനാട് അജി ശാരി ദമ്പതികളുടെ ഏക മകൻ അഭിരാമാണ് മരിച്ചത്. അപകടത്തിൽ വനമന്ത്രി AK ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒപ്പമാണ് 4 വയസ്സുകാരൻ അഭിറാം ആനക്കൂട്ടിലെത്തിയത്. ആനക്കൂട് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കോൺക്രീറ്റ് തൂണിന് സമീപം നിന്ന് കളിക്കുകയായിരുന്നു അഭിറാം. തൂണിൽ പിടിച്ച് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തൂണ് മറിഞ്ഞ് അഭിരാമിന്റെ ദേഹത്ത് വീണു. 4 അടിയോളം ഉയരമുള്ള തൂണിന്റെ അടിയിൽ കുഞ്ഞ് അകപ്പെട്ടു. തുടർന്ന് നാട്ടുകാരും വനം വകുപ്പ് ജീവനക്കാരും ചേർന്ന് അഭിറാമിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അവനെങ്ങനെ പിടിച്ച് ഞങ്ങൾ അതിനകത്ത് പിടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇനി മാറി നിൽക്കുമായിരുന്നു. ഇല്ലില്ല, ഞാൻ ഒത്തിരി ദൂരെയാണ്. ഞാൻ അന്നേരം ആ കുഞ്ഞിൻ്റെ തള്ള അയ്യോ കുഞ്ഞെന്ന് പറഞ്ഞ് എടുത്തോണ്ട് വന്നപ്പോഴാണ് ഞാൻ കയറി എടുത്തോണ്ട് അങ്ങനെ ഫസ്റ്റ് അടിയിലോട്ട് ഓടിപ്പോയേ. അപകടത്തെ തുടർന്ന് ആനക്കൂട് താൽക്കാലികമായി അടച്ചു. അപകടത്തിൽ വനമന്ത്രി റിപ്പോർട്ട് തേടി. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും കർശന നടപടി വേണമെന്നും കോന്നി MLA KU ജുനീഷ് കുമാർ. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന വീഴ്ചയല്ല കോന്നി ആനക്കൂട്ടിൽ സുരക്ഷാ ജീവനക്കാരായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുള്ളത്. അവിടെ ഇങ്ങനെ ഒരു അപകട സാധ്യത അവർക്ക് മുൻകൂട്ടി കാണുവാൻ കഴിയണമായിരുന്നു. ഇത് പറയുമ്പോൾ 5 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല അവിടെ ഉണ്ടായിരുന്നത്. അവർ ആ കാര്യത്തിൽ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തൂണുകളുടെ കാലപ്പഴക്കമാണ് അപകട കാരണമെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. അഭിറാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വിദേശത്തുള്ള പിതാവ് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം. 24 പത്തനംതിട്ട. പാലക്കാട് ഒറ്റപ്പാലത്ത് ബന്ധുവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി വെട്ടിക്കൊന്നു. കടമ്പഴിപ്പുറ സ്വദേശിയായ രാമദാസ് ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വൈകുന്നേരം 5:30 സംഭവം. കണ്ണമംഗലം സ്വദേശി ഷൺമുഖനാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഷൺമുഖന്റെ അമ്പലപ്പാറയിലെ വീട്ടിൽ വെച്ചായിരുന്നു ആക്രമണം. രാംദാസും ഷൺമുഖനും മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. മോഷണമടക്കം വിവിധ കേസുകൾ പ്രതികളാണ് ഇരുവരും. സംഭവ സമയം വീട്ടിൽ മറ്റാരുമില്ലാതിരുന്നതിനാൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. രാംദാസിന്റെ കാലുകൾക്കാണ് വെട്ടേറ്റത്. ശബ്ദം കേട്ട് ഓടിയെത്തിയവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇരുവരും തമ്മിലുള്ള മുൻകാല ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. 24 പാലക്കാട്. മലപ്പുറം തിരൂരങ്ങാടിയിൽ മദ്യലഹരിയിൽ അയൽവാസികൾക്ക് നേരെ കൊലവിളി നടത്തിയ യുവാവ് അറസ്റ്റിലായി. അരീക്കോട് കഞ്ചാവ് ചെടികളുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി. ലഹരിയെക്കുറിച്ച് വിവരം ലഭിച്ചാൽ എക്സൈസ് സ്വന്തം നിലയിൽ പരിശോധന നടത്തുമെന്ന് മന്ത്രി MB രാജേഷ് വ്യക്തമാക്കി. പൂക്കാട്ടുപടിയിലെ വീട്ടിൽ നിന്ന് 8 കിലോ കഞ്ചാവാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. 5 കിലോ കഞ്ചാവുമായി ഒഡീഷയിൽ നിന്നുള്ള കഞ്ചാവ് കൃഷിക്കാരും കൊച്ചി നാർക്കോട്ടിക് സെല്ലിന്റെ പിടിയിലായി. മലപ്പുറം അരീക്കോട് 1 കിലോ കഞ്ചാവും കഞ്ചാവ് ചെടികളുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായിട്ടുണ്ട്. ആസാം നാഗോൺ സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് അറസ്റ്റിലായത്. ലഹരിയുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചാൽ എക്സൈസ് സ്വന്തം നിലയിൽ പരിശോധന നടത്തുമെന്ന് മന്ത്രി MB രാജേഷ്. എവിടെയാണെങ്കിലും ലഹരി ഉപയോഗം നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്ന കാര്യമല്ല. ലഹരി സംബന്ധിച്ച് വിവരം കിട്ടിയാൽ എവിടെയാണെങ്കിലും പരിശോധനകൾ ഉണ്ടാവും. ഈ ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിവരങ്ങളിലും വന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് എക്സൈസിന്റെ പരിശോധനയും വിവരം തേടലും നടത്തും. മലപ്പുറം തിരൂരങ്ങാടിയിൽ മദ്യലഹരിയിൽ അയൽവാസികൾക്കു നേരെ കൊലവിളി നടത്തിയ ചെമ്മാട് മാനിപ്പാടം സ്വദേശി റാഫിയെ
തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം പോത്തൻകോട് ലഹരി മാഫിയ സംഘം യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കഞ്ചാവ് വിൽപ്പന പോലീസിൽ അറിയിച്ച് യുവാക്കളെയാണ് ആക്രമിച്ചത്. കോഴിക്കോട് വിലങ്ങാട് ആദിവാസി ഉന്നതികൾ കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന നടത്തിയ വിലങ്ങാട് വാളംതോട് സ്വദേശി സത്യൻ, ചന്ദ്രൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്ന് 30 കുപ്പി മാഹി മദ്യം പോലീസ് പിടികൂടി. 24 കോഴിക്കോട്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്ര പര്യടനം തുടരുന്നു. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, Pyramid Agro Multi-State Cooperative Society Limited, G-Tech Computer Education, Nilma, New Rajasthan Marbles. SKN40 കേരള യാത്രയുടെ കണ്ണൂർ ജില്ലാ പര്യടനം അവസാനിച്ചു. ലഹരി വിപത്തിനെതിരെ നാടൊന്നാകെ 24-നൊപ്പം കൈകോർത്തതാണ് കണ്ണൂരിലെ കാഴ്ച. നാളെ കാസർഗോഡ് ജില്ലയിലാണ് പര്യടനം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച മോർണിംഗ് ഷോയിലെത്തിയത് നിരവധി അമ്മമാർ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച മദേഴ്സ് ആർമിയാണ് യാത്രയോടൊപ്പം ചേർന്നത്. പ്രകൃതി ദുരന്തത്തെ പോലെ തന്നെ പ്രളയം എല്ലാത്തിനും ഏറ്റവും ആഫ്റ്റർ എഫക്റ്റ് അമ്മമാരിലാണ്. നമ്മൾ കണ്ടു അമ്മമാർ സ്റ്റേഷനിലേക്ക് പോകുന്ന അമ്മമാർ ഈ ലഹരി കേസിൽ കുട്ടികളെ അപ്പോൾ അത്തരം അവരെ തന്നെ അവരൊപ്പം ഈ കുട്ടികളെയും കൂടെ എങ്ങനെ മാറ്റിയെടുക്കും. അതുപോലെ തന്നെ വളർന്നു വരുന്ന തലമുറയാണ് നമുക്ക് വേണ്ടത് ഇനി. അപ്പോൾ ആ മക്കളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരെയും കടമയാണ്. മക്കൾ നല്ല നിലയിലെത്തട്ടെ. തുടർന്ന് യാത്രയെത്തിയ ധർമ്മശാലയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് പേർ ഒഴുകിയെത്തി. ലഹരി വിരുദ്ധ സന്ദേശമുണർത്തിയ കലാപരിപാടികളും അരങ്ങേറി. ചെറുതാഴം സെന്ററിൽ നടന്ന പരിപാടി ലഹരി വ്യാപനത്തിനെതിരെയുള്ള താക്കീതായി. എല്ലാവരും ഈ നാട് ഒറ്റക്കെട്ടായി ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് പോരടിക്കേണ്ട ഒന്നാണ് ലഹരി. ആ ലഹരിക്കെതിരായ പോരാട്ടത്തിന് 24 SKN നടത്തുന്ന പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും ഈ കല്യാശ്ശേരിയും അതോടൊപ്പം തന്നെ ഈ ചെറുതാഴവും ഇതിനോടകം തന്നെ അറിയിച്ചു. മാട്ടൂൽ മൻഷാ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും മതപണ്ഡിതരും യാത്രയുടെ ഭാഗമായി. വൈകിട്ട് മാട്ടൂൽ സെൻട്രൽ ബീച്ചിലെത്തിയ SKN40 സംഘത്തിനൊപ്പം ചേരാൻ ഒരു നാടൊന്നാകെ കടലോരത്തെത്തി. ലഹരി മാഫിയക്കെതിരെ ശക്തമായി പൊരുതുന്ന ധീര കൂട്ടായ്മയ്ക്കൊപ്പം ചേർന്നായിരുന്നു പരിപാടി. %100 രക്തം കിരിയുന്ന ആത്മാർത്ഥതയിൽ ഞങ്ങൾ പറയുന്നു, ഈ ലഹരി മാഫിയകൾ, ഈ ലഹരി സംഘങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കും, നമ്മുടെ കുട്ടികളെ ഇല്ലാതാക്കും. നമ്മുടെ അണുകുടുംബത്തിൽ 1 or 2 കുഞ്ഞുങ്ങളുള്ള നമ്മുടെ കുടുംബത്തിൻ്റെ തായ് വേര് അറുത്തു വീഴ്ത്താനുള്ള ഈ ഭീകര സംഘങ്ങളെ അവൻ്റെ നാരായ പേര് പിഴുതെടുക്കുന്നത് വരെ ഈ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പയ്യന്നൂരിലായിരുന്നു കണ്ണൂർ ജില്ലയിലെ യാത്രയുടെ സമാപനം. 24 ഏറ്റെടുത്ത സാമൂഹിക ദൗത്യത്തിൽ പയ്യന്നൂർ ജനതയും കണ്ണിചേർന്നു. SKN40 കേരള യാത്ര നാളെ കാസർഗോഡ് ജില്ലയിൽ പ്രവേശിക്കും. 24 കണ്ണൂർ. പാലക്കാട് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. കോട്ടായി പെരുംകുളങ്ങര ക്ഷേത്രോത്സവത്തിലെ വെടിക്കെട്ടിനിടെ അപകടം. 6 യുവാക്കൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അശ്വിൻ പാലായി ചേരുന്നു വിവരങ്ങളുമായി. അശ്വിൻ, കാര്യമായ സാരമായ പരിക്കുണ്ടോ ഇവർക്ക്?
ഗൂഗിൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. വളരെ ചെറിയൊരു അപകടമാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ആശ്വാസകരമായ വിവരം. അതായത് ഈ വെടിക്കെട്ടിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഒരു അമിട്ട് നിലത്ത് കിടന്ന് തന്നെ പൊട്ടിയതാണ് ഈ ചെറിയൊരു അപകടത്തിലേക്ക് പോയത്. അവിടെ ഉണ്ടായിരുന്ന മറ്റ് സാധനങ്ങളെല്ലാം തെറിക്കുകയും ഓട് സഹിതം, ഒരു കെട്ടിടത്തിന്റെ ഓട് സഹിതം തെറിക്കുകയും അത് ഈ യുവാക്കളുടെ ദേഹത്തേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെയാണ് 6ഓളം പേർക്ക് പരിക്കേറ്റത് എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ ഈ വെടിക്കെട്ട് അപകടം എന്നുള്ള ഒരു വ്യാപ്തിയിലേക്ക് എത്തിയിട്ടില്ലാത്തതാണ് ആശ്വാസകരം. എന്തായാലും 6 പേരും നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവർക്ക് വലിയ പരിക്കുകളില്ല, ഗുരുതരമായ പരിക്കുകളില്ല എന്നുള്ളതാണ് ആശ്വാസകരം. മറ്റ് ആർക്കും വലിയ പരിക്കുകളോ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുമില്ല. ഗൂഗിൾ. ശരി, അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഫ്ലവേഴ്സ് TV യുഗ്മ ഓഡീഷൻ പരിപാടികൾ വൻ വിജയമായി. ലണ്ടൻ ഡ്രീംസ് ഫ്ലവേഴ്സ് ചാനലും യുഗ്മയും ചേർന്നാണ് ഇത് ഐറ്റം വേറെ സ്മാർട്ട് ഷോ, ടോപ്പ് സിംഗർ 5 എന്നീ പരിപാടികൾക്കായുള്ള ഓഡീഷനുകൾ നോർവിച്ചിലും നോട്ടിംഗ്ഹാമിലുമായി സംഘടിപ്പിച്ചത്. ഏപ്രിൽ 7-ന് നോർവിച്ചിലും ഏപ്രിൽ 12-ന് നോട്ടിംഗ്ഹാമിലും നടന്ന ഓഡിഷനുകളിൽ വിവിധ പ്രായപരിധിയിലുള്ള നിരവധി അഭിനേതാക്കളും കഴിവുള്ള കുട്ടികളും പങ്കെടുത്തു. അഞ്ചു മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായാണ് ടോപ്പ് സിംഗർ 5 ഓഡിഷൻ. ഇത് ഐറ്റം വേറെ സ്മാർട്ട് ഷോ പരിപാടികളിൽ എല്ലാ പ്രായക്കാരും പങ്കെടുത്തു. ആനന്ദ് ഉണ്ണിക്കൊപ്പം യുഗ്മയുടെ ഡിക്സ് ജോർജും സ്മിത തോട്ടവും ബ്രെയ്മോൾ നിധീരിയുമാണ് ഏകോപനം. യുഗ്മ ദേശീയ പ്രസിഡന്റ് എബി സെബാസ്റ്റ്യൻ, ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ഫ്ലവേഴ്സ് 24 ഡിജിറ്റൽ വൈസ് പ്രസിഡന്റ് ശ്രീരാജ് ശ്രീകണ്ഠൻ നായർ, DOP വിൽസ് ഫിലിപ്പ്, അവതാരകൻ ഡെയ്ൻ ഡേവിസ് എന്നിവർ നിരീക്ഷകരായി. ന്യൂസ് ഡെസ്ക് 24. ഇവിടെ 24 റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.